രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വീശിയടിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടല്ല, മറിച്ച് കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള അധികാര വടംവലിയുടെ അലയൊലികളാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് നീളുന്ന ഈ ചർച്ചകൾക്ക് ഇപ്പോൾ പുതിയൊരു മാനം കൈവന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയുടെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിൽ ഹൈക്കമാൻഡ് നേതാക്കളെ കാണുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ ഉറ്റുനോക്കുന്നത് ആ കൂടിക്കാഴ്ചയിലേക്കാണ്. ഔദ്യോഗികമായി ഇത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാനാണെന്ന് പറയപ്പെടുമ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ മണ്ണിൽ പുകയുന്ന മുഖ്യമന്ത്രി തർക്കം അവിടെ ചർച്ചയാകില്ല എന്ന് കരുതാൻ രാഷ്ട്രീയ ബോധമുള്ള ആർക്കും കഴിയില്ല. കേരളത്തിൽ ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന കോൺഗ്രസ് ക്യാമ്പുകളിൽ പക്ഷേ ഐക്യത്തെക്കാൾ കൂടുതൽ പ്രകടമാകുന്നത് ഗ്രൂപ്പ് പോരുകളാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA-മാരുടെ എണ്ണം നോക്കി തീരുമാനിക്കേണ്ട മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി വോട്ടെടുപ്പിന് മുൻപേ തന്നെ വലിയ രീതിയിലുള്ള പടയൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ്. KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ തർക്കങ്ങൾക്ക് എണ്ണ പകർന്നത്. കേരളത്തിന്റെ ഭാവി വികസനത്തിന് KC വേണുഗോപാലിന്റെ നേതൃത്വം അനിവാര്യമാണെന്ന തരത്തിലുള്ള സുധാകരന്റെ വാക്കുകൾ നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പിന്തുണയ്ക്കുന്ന വിഭാഗത്തെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. KC വേണുഗോപാൽ നേരിട്ട് മത്സര രംഗത്തുണ്ടാകുമെന്ന സൂചനകൾ കൂടി പുറത്തുവന്നതോടെ തർക്കം പുതിയ തലത്തിലേക്ക് കടന്നു. ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ ഡൽഹി സന്ദർശനം ശ്രദ്ധേയമാകുന്നത്. പാർട്ടിക്കുള്ളിലെ A ഗ്രൂപ്പും I ഗ്രൂപ്പും പഴയ പ്രതാപത്തോടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും പുതിയ അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെട്ടത് കോൺഗ്രസിനെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ പോലൊരു മുതിർന്ന നേതാവ് ഇത്തരം വിവാദങ്ങളിൽ നിന്ന് തന്ത്രപരമായ അകലം പാലിക്കുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡുമായുള്ള അദ്ദേഹത്തിന്റെ ചർച്ചകളിൽ കേരളത്തിലെ ഈ അച്ചടക്കമില്ലായ്മ പ്രധാന വിഷയമാകും. K. സുധാകരനും VD സതീശനും KC വേണുഗോപാലും അടങ്ങുന്ന പ്രമുഖ നേതാക്കൾക്കിടയിലെ ഈ മൂപ്പിളമ തർക്കം പാർട്ടിയുടെ വിജയ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്ക ഹൈക്കമാൻഡിനുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് സമാനതകളില്ലാത്ത ഒരു സൈബർ യുദ്ധമാണ്. നേതാക്കൾ പരസ്യമായി തർക്കിക്കുന്നതിനേക്കാൾ ഭീകരമായി അണികൾ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്നുണ്ട്. VD സതീശനെ ഉയർത്തിക്കാട്ടുന്നവരും KC വേണുഗോപാലിനായി വാദിക്കുന്നവരും തമ്മിലുള്ള ഈ പോരാട്ടം പാർട്ടിക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. അച്ചടക്കം ലംഘിക്കരുത് എന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും KPCC അധ്യക്ഷനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അണികൾക്കിടയിലോ രണ്ടാം നിര നേതാക്കൾക്കിടയിലോ ഇത് കാര്യമായ സ്വാധീനം ചെലുത്തുന്നില്ല. ഈ ഒരു താൽക്കാലിക വെടിനിർത്തൽ എത്രത്തോളം നിൽക്കും എന്നത് കണ്ടറിയണം. ഡൽഹിയിൽ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും കാണുന്ന ചെന്നിത്തല കേരളത്തിലെ ഈ അസ്വാഭാവികമായ മുഖ്യമന്ത്രി കസേരകളിയെക്കുറിച്ച് തന്റെ ആശങ്കകൾ പങ്കുവച്ചേക്കും. പ്രത്യേകിച്ചും ഇനി അങ്ങോട്ട് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ട്. സോളാർ കേസിലും മറ്റും പാർട്ടി നേരിട്ട പ്രതിസന്ധികളെ അതിജീവിച്ച് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള ഈ പരസ്യമായ വടംവലി ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഒരു മിതവാദി നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ തന്റെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാക്കാനും കേരള രാഷ്ട്രീയത്തിൽ അർഹമായ പരിഗണന ഉറപ്പാക്കാനും അദ്ദേഹത്തിന് ഈ ഡൽഹി സന്ദർശനം ഗുണകരമായേക്കാം. മഹാരാഷ്ട്രയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന മികവ് ഹൈക്കമാൻഡിന് മുന്നിൽ അദ്ദേഹത്തിന്റെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യവുമുണ്ട്. കോൺഗ്രസിനുള്ളിലെ ഈ ആഭ്യന്തര കലഹം ഇരു കൈയും നീട്ടിയാണ് ഭരണപക്ഷമായ LDF സ്വീകരിക്കുന്നത്. ഭരണം കിട്ടുന്നതിന് മുൻപേ മുഖ്യമന്ത്രിയെ ചൊല്ലി തല്ലുകൂടുന്നവർ എങ്ങനെ നാട് ഭരിക്കുമെന്ന ചോദ്യം ഇതിനോടകം തന്നെ രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തിക്കഴിഞ്ഞു. ഈ ആയുധം എതിരാളികൾക്ക് നൽകിയത് സ്വന്തം നേതാക്കൾ തന്നെയാണെന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അമർഷവും ഉണ്ടാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ചെന്നിത്തലയുടെ ഡൽഹി യാത്ര വെറുമൊരു ഔദ്യോഗിക സന്ദർശനമല്ല. ഇത് കേരള കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയും ഭാവി മുഖ്യമന്ത്രി ചർച്ചകളുടെയും ഒരു നിർണായക ഘട്ടമാണ്. ഹൈക്കമാൻഡ് ഇടപെട്ട് ഈ കസേരകളിക്ക് അന്ത്യം കുറിക്കുമോ അതോ തെരഞ്ഞെടുപ്പ് ഫലം വരും വരെ ഈ പുകച്ചിൽ തുടരുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അച്ചടക്കം എന്ന വാക്കിന് കോൺഗ്രസ് നിഘണ്ടുവിൽ എത്രമാത്രം വിലയുണ്ട് എന്ന് വരും ദിവസങ്ങളിലെ ഡൽഹി തീരുമാനങ്ങൾ വ്യക്തമാക്കും.